അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ്, ഇരവാദം നടത്തി, അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേരും എനിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ അതിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സരിൻ പറഞ്ഞ പോലെ ഞാൻ 20-ാം തീയതി 19-ാം തീയതിയോ 18-ാം തീയതിയോ വന്ന് എൻ്റെ വോട്ട് രേഖപ്പെടുത്തി പോവാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ ഈ 2 ദിവസം മുന്നേ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര്, അതും ഒരു വ്യാജ വോട്ടർ, ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ്, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജ